ഹായ് ഹലോ എല്ലാവർക്കും വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ. 2 ദിവസമായി കുറച്ച് പനിയും കാര്യങ്ങളായിട്ട് വയ്യാതിരിക്കുകയായിരുന്നേ. അപ്പോൾ വീഡിയോസ് ഒന്നും ഇടാൻ പറ്റിയില്ല. സൗണ്ടിനായാലും ഒരു ചെറിയൊരു ക്ലാരിറ്റി കുറവൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒന്നും കൂടി വെൽക്കം ടു ജിംഗിൾ ബെൽസ് കളക്ഷൻ. നമ്മൾ പാലക്കയുടെ കളക്ഷൻസ് കൊണ്ടുവന്നിട്ട് ഒത്തിരി ആയല്ലേ. അപ്പോൾ ഷോർട്ട് ചെയിനിൽ വരുന്ന പാലക്കയുടെ മോഡലാണ്. നമുക്ക് ഇങ്ങനത്തെ പാലക്ക അവൈലബിൾ ആണ്. അതേപോലെ മാംഗോ ടൈപ്പിൽ അല്ലെങ്കിൽ മാങ്ങയുടെ ഷേപ്പിൽ വരുന്ന പാലക്ക നമുക്ക് അവൈലബിൾ ആണ്. സിമ്പിൾ ആയിട്ടുള്ള ചെയിൻ ആണ്, അതാണ് ഇതിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതേപോലെ നമുക്ക് ഈ ലോക്കറ്റ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണ് കേട്ടോ. ഇതിൽ ഫിക്സഡ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഗ്രീൻ കളറാണ് വന്നിരിക്കുന്നത്. അതേപോലെ റൂബിയുടെ സ്റ്റോൺസ് മേളിൽ കൊടുത്തിട്ടുണ്ട്. ഇതെങ്ങനെ നമ്മുടെ ബോക്സ് ചെയിൻ്റെ മോഡൽസിൽ വരുന്നതാണ്. ഷോർട്ടായിട്ട് ഇപ്പം മക്കൾക്കായാലും ഇപ്പം നമുക്കായാലും സിമ്പിളായിട്ട് വെയർ ചെയ്യണം എന്നുള്ളവർക്കൊക്കെ ഇത് ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. കണ്ണികളൊക്കെ കണ്ടില് ഇതാണ് കേട്ടോ. ഇത്രയും കണ്ണികളും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ക്യൂട്ടായിട്ട് നിൽക്കുന്ന പാലക്കയാണ് കേട്ടോ. അപ്പോൾ പാലക്ക ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. സിമ്പിൾ ഒത്തിരി പേർക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഇത് കണ്ടല്ലോ, എങ്ങനെയുണ്ടെന്ന് നമ്മുടെ കമൻസിൽ അഭിപ്രായം പറയാനാട്ടോ. അടുത്ത് നമുക്കൊരു പാർട്ടി വെയർ ഇയറിങ്സ് ആയാലോ. ഇത് പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന പാർട്ടി വെയറിന്റെ ഇയറിങ്സ് ആണ്. ഗോൾഡ് പ്ലേറ്റഡ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ. മൈന്യൂട്ട് ആയിട്ടുള്ള സ്റ്റോൺ വർക്ക്സ് ആണ് ഇതിൽ പോകുന്നത്. വൈറ്റും റൂബിയും എന്നും നല്ല കോംബോ തന്നെയാണ്. അപ്പൊ അതിൽ വന്നിരിക്കുന്ന ഒരു കോമ്പിനേഷൻ ആണ്. കൈ കിട്ടുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഭയങ്കര അടിപൊളി ഐറ്റം ആണ് കേട്ടോ. വളരെ വേർത്ത് ആണ് കേട്ടോ. ഈ പ്രൈസിന് AD സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതേ സെയിം ലുക്കിൽ കൊണ്ടുവരുന്ന വേറൊരു ഡിസൈൻ ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒത്തിരി ഭംഗിയുള്ള ഐറ്റംസ് ആണ്, നല്ല ഡിസൈൻസ് ആണ്. കണ്ടില്ലേ, നടുക്ക് ഒരൊറ്റ റൂബി സ്റ്റോൺ വലുതായിട്ട് ഹൈലൈറ്റ് ചെയ്തിരിക്കുകയാണ്. ചുറ്റും മൈന്യൂട്ട് ആയിട്ടുള്ള സ്റ്റോൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ ഇതിന്റെ ഷേപ്പിൽ, റെയിൻ ഡ്രോപ്പിന്റെ ഷേപ്പിലൊക്കെ വരുന്ന ഒരു ഐറ്റം ആണ്. ഇവിടെയൊക്കെ ക്രിസ്റ്റൽസ് ആണ്, വൈറ്റ് ക്രിസ്റ്റൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഗോൾഡൻ ബീഡ്സും കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ്. ഇതാ കണ്ടില്ലേ, താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നമ്മൾ മെസ്സേജ് ചെയ്താൽ മതി. നമ്മൾ അതിലേക്ക് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. നമുക്ക് ഓൾ ഇന്ത്യ ഡെലിവറിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. അടുത്ത ബ്ലൂ കളറിൽ വന്നിരിക്കുന്ന പാലക്കയാണ്. നമ്മൾ അപ്പോഴേ കാണിച്ച സിമ്പിൾ ഡിസൈൻ ആയിരുന്നു. അല്ലെങ്കിൽ കുറച്ചും കൂടി ഗോൾഡൻ ബീഡ്സ് ഒക്കെ വേണം എന്ന് പറയുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നല്ല രസമുള്ള പാലക്കയാണ്. ഷോർട്ട് ചെയിനിൽ വരുന്നതാണ്. ബ്ലൂ കിട്ടാൻ കുറച്ചും കൂടി ബുദ്ധിമുട്ടാണ്. എപ്പോഴെങ്കിലൊക്കെ നമുക്ക് ബ്ലൂ കിട്ടാറുള്ളൂ. ഗ്രീൻ ആണ് കൂടുതലും കിട്ടാറുള്ളത്. അപ്പോൾ അത് ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിക്കാറുണ്ട് ബ്ലൂ വേണമെന്ന്. അപ്പോൾ അവർക്കും കൂടി കൊണ്ടുവന്നിരിക്കുക. ബ്ലൂവിന്റെ എപ്പോഴും ഹൈലൈറ്റ് ആയിട്ട് വരുന്ന കളർ വൈറ്റ് സ്റ്റോൺ തന്നെയാണ്. അപ്പോൾ ഷോർട്ട് ചെയിൻസിൽ വരുന്ന മോഡലാണ്. ഇങ്ങനെയാണ് കേട്ടോ ചെയിൻ വരുന്നത്. ബാക്കിൽ കണ്ണികളും ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന്. ഇങ്ങനെയാണ് വരുന്നത്. ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന ഐറ്റംസ്. 3 നാഗപടത്തിന്റെ ഇത് വരുന്ന ഐറ്റം ആണ്. ഓരോന്നിനും ഹൈലൈറ്റ് ചെയ്യാൻ നമ്മൾ വൈറ്റ് സ്റ്റോൺസ് ആണ് കൊടുത്തത്. ഇടയിൽ ഗോൾഡൻ ബോൾസും കൂടി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് കേട്ടോ ഐറ്റം വരുന്നത്. ഇങ്ങനത്തെ ചെയിനിലാണ് വരുന്നത്. ഷോർട്ട് ചെയിൻ മോഡലാണ്. ഇതാണ് കേട്ടോ അതിന്റെ കൊളുത്ത് എന്ന് പറയുന്നത്. കണ്ണികളും ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട്. ഷോർട്ട് ചെയിൻ്റെ മോഡൽസിൽ വരുന്ന ഐറ്റംസ് ആണ്. അപ്പോൾ ഇതൊക്കെ വേണമെന്നുള്ളവർ വേഗം തന്നെ പർച്ചേസ് ചെയ്യുള്ളൂ. നമ്മുടെ ലിമിറ്റഡ് പീസസേ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ ഇനിയിപ്പോൾ വിഷുവിനൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നേരത്തെ തന്നെ പർച്ചേസ് ചെയ്ത് വെക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇതാണ് കേട്ടോ ഐറ്റം എന്ന് പറയുന്നത്. അടുത്ത നമ്മൾ കോറലിന്റെ ചെയിൻസ് ആണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. കോറലിന്റെ നമ്മുടെ പൈപ്പിന്റെ മോഡൽ വരുന്ന ചെയിൻസ് ആണ്. അതിന്റെ ഇടയിൽ ഓരോ ഗോൾഡൻ ബീഡ്സ്. അങ്ങനെയാണ് ഇതിന്റെ വർക്ക് കംപ്ലീറ്റ് വരുന്നത്. അങ്ങനെയാണ് കേട്ടോ. ഇത്തിരി ഗോൾഡ് വേണ്ട എന്നുള്ളവർക്ക്, ഓരോ ഭാഗത്ത് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ മാത്രം ഗോൾഡ് മതി എന്നുള്ളവർക്ക് ഇത് ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. 8 പിടിയുടെ മാലയാണ്. ഞാൻ ഒരു മാല ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിച്ചേക്കാം. ഇങ്ങനെയാണ് വരുന്നത്. നമ്മുടെ കോറൽ ചെയിൻ ആണ്. ഒത്തിരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസും കൂടിയാണ്. അപ്പൊ നിങ്ങളുടെ കളക്ഷൻസിലൊക്കെ ഇത് ആഡ് ചെയ്യാവുന്നതേ ഉള്ളൂ. നല്ല രസമുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഇതെല്ലാം വരുന്നത്. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് നമ്മുടെ മൾട്ടി കളർ ക്രിസ്റ്റൽസിൽ വരുന്ന ജുമുക്കയാണ്. ഗ്രീൻ, അതേപോലെ തന്നെ വൈറ്റ് പേൾ, അതേപോലെ തന്നെ നമ്മുടെ റൂബിയുടെ കളറും കൂടി വരുന്ന ക്രിസ്റ്റൽസ് ആണ് വന്നിരിക്കുന്നത് കേട്ടോ. അത് ഇങ്ങനെയാണ് വരുന്നത്. ഇതിൽ ഫിക്സഡ് ആണ്. ബാക്കിൽ സ്ക്രൂസ് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഗോൾഡ് പ്ലേറ്റഡിൽ വരുന്ന ഐറ്റംസ് ആണ്. മക്കൾക്കായാലും എല്ലാവർക്കും നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കായാലും ഇടാവുന്നതേ ഉള്ളൂ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. ഇതിന്റെ കണ്ടില്ലേ വ്യൂ.
ഷോർട്ട് ചെയിനിൽ തന്നെ കോറലിന്റെ പൈപ്പ് മോഡലിൽ വരുന്ന ഐറ്റം കൂടി നമ്മൾ ഇറക്കിയിട്ടുണ്ട് പ്രാവശ്യം. ഇതെങ്ങനെയാണ്, ഒരു കോയിൻ ആണ് വരുന്നത്. കോയിനിൽ നമുക്ക് ദൈവങ്ങളുടെ ചിത്രങ്ങളൊന്നും കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ എല്ലാവർക്കും യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതേ കണ്ടില്ലേ, ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. കോയിൻസിൽ പറയുന്നത് ഇവിടെ ഗോൾഡൻ ബോൾസ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ കോറലിന്റെ ഓരോ പൈപ്പ് കോറലാണ് അപ്പുറത്തും കൊടുത്തിരിക്കുന്നത്. ഹൈലൈറ്റ് ചെയ്യാൻ ഒത്തിരി കുഞ്ഞു കുഞ്ഞു ഗോൾഡൻ ബീഡ്സ് വെച്ചിട്ടുള്ള വർക്കാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് ഷോർട്ട് ചെയിനിൽ വരുന്ന മോഡലാണ്. ബാക്കിൽ കണ്ടോ, കൊളുത്തുകളും കണ്ണികളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന്. അപ്പോൾ ഇടാവുന്നതേ ഉള്ളൂ. ഇതാണ് ഐറ്റം എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഈ ഡിസൈനിലെ വളകൾ കണ്ടാലോ. ഈ ഡിസൈനിലെ വളകൾ ഒത്തിരി കസ്റ്റമേഴ്സ് നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീണ്ടും റീസ്റ്റോക്കിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. 2624 നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ വേഗം പർച്ചേസ് ചെയ്തോളൂ. ഇങ്ങനെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. ഒത്തിരി ഹെവിയും അല്ല, എന്നാൽ പിന്നെ കാണാൻ നല്ല ഹെവി ലുക്ക് തരുന്ന ഐറ്റംസ് കൂടിയാണ്. വളരെ ലൈറ്റ് വെയിറ്റിൽ വരുന്ന ഐറ്റംസ് ആണ്. ക്രോസ് ചെയ്ത് ലൈൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഇടയിൽ ഓരോ ഹൈലൈറ്റ് ചെയ്ത് ഓരോ കുഞ്ഞു കുഞ്ഞു പൂക്കളുടെ ഇതാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ വളയുടെ സൈസ് എന്നും അളക്കുമ്പോൾ ഈ സെന്റർ ടു സെന്റർ ഈ മെഷർമെന്റ് വേണം എപ്പോഴും അളക്കാനായിട്ട്. നമ്മൾ ആ സെന്ററിലാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അതിന്റെ സെന്റർ ടു സെന്റർ വരുന്നത് 24 ആണ് കറക്റ്റ്. കണ്ടോ? അപ്പൊ ഇങ്ങനെ വേണം നമ്മൾ അളക്കാനായിട്ട്. അപ്പോൾ അതേപോലെ ഇതേപോലെ ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ടേപ്പ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് മെഷർ ചെയ്താൽ മതി കേട്ടോ. അത് 24 ആണ്. ഈ ഡയമീറ്റർ ഉള്ളിലുള്ള അളവ് വേണം നമ്മൾ അളക്കാനായിട്ട്. അപ്പൊ അത് 24 ആണ് വരുന്നത്. ഈ വള 24 സൈസിന്റെ ആണ് കേട്ടോ. അപ്പൊ അങ്ങനെയാണ് നമ്മൾ ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിച്ചിരുന്നു. അവർക്ക് വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒരു ടേപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് അളക്കാവുന്നതേ ഉള്ളൂ. അത് ഈസി ആയിരിക്കും കുറച്ചും കൂടി നമുക്ക്. അപ്പൊ ഇന്നത്തെ വീഡിയോസ് അത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ. താങ്ക് യു.